പിള്ളേർക്ക് കൊടുക്കണം ഇത് എങ്ങനെയെങ്കിൽ. പിന്നെ അങ്ങ് ചുരുട്ടി മുട്ടായി ആക്കിയിട്ടുണ്ടല്ലോ, പിള്ളേർക്ക് ഇന്ന് കൊടുക്കണം. സാധനം അവന്മാർ കളിക്കുന്നുണ്ടല്ലോ, അതിന് അവന്മാർക്കല്ലേ മിഠായി കൊടുക്കും. ഏടാ ഇപ്പൊ ശരിയാക്കി പിടിച്ചായിരുന്നോ? ഇപ്പോഴുള്ള പിള്ളേരെല്ലാം കഞ്ചാവ. നിങ്ങൾ പരിചയമില്ലാത്ത ആരെങ്കിലും ഇങ്ങനെ എല്ലാം മേടിച്ച് കഴിച്ചായിരുന്നു? രണ്ടോ? ആ മുട്ടായി തന്നെ ആളെ കണ്ടാ തിരിച്ചറിയൂ? ആ യുവമാർക്ക് എന്തോ പറ്റി, നിങ്ങളെയൊക്കെ തിരിഞ്ഞു പോയി. ആ പരിചയമില്ലാത്ത ആളെ കണ്ടാ നിനക്ക് തിരിച്ചറിയാമോ? അയാൾ എന്നാ വന്നേ? എന്നാ നമുക്ക് അയാളെ തപ്പാം. കണ്ടാ തിരിച്ചറിയോ? നിങ്ങൾ ആ മുട്ടായി മേടിക്കാൻ ഇനിയും പോവാണോ? മാമയുടെ വീട് എവിടാന്ന് നിങ്ങൾക്ക് ഇതിനറിയാവോ? മാമയുടെ വീട് എവിടെയാ? ആർക്കേലും അറിയാവോ? എടാ പോണ്ടാ, അതൊക്കെ ഭയങ്കര ഇതാ. നിനക്കറിയാവോടാ മാമയുടെ വീട്? എനിക്കറിയാം, ഞാൻ പുള്ളിയാണ് എപ്പോഴും മുട്ട വാങ്ങിക്കുന്നത്. നീ എന്നത്തിന് മാമയുടെ മുട്ടായി എന്ത് രസമാണെന്നറിയാം മുട്ട. ആ മുട്ടയുടെ തുക നിനക്ക് അറിയാത്തോണ്ടാ. പറഞ്ഞാ മതി. കഞ്ചാവ് ജോലിയൊക്കെ ആവും. നിനക്ക് എന്നാക്കിയാ തോന്നുന്നത് ആ മുട്ടായി കഴിച്ചു കഴിയുമ്പോ? നല്ല സുഖമാണ്. തലൊക്കെ ആദ്യം ചെറിയൊരു തലവേനൊക്കെ തോന്നുമെങ്കിൽ അടിപൊളിയാകും. നിനക്കും ആ ലുക്ക് ഉണ്ട് കേട്ടോ, കഞ്ചാവ് ലുക്കാണ് മാമായി പോലെ. എടാ നിങ്ങൾ ഇനി മുട്ടായി മേടിക്കാൻ പോവാണോ? എന്നാടാ നിങ്ങളൊക്കെ ഇങ്ങനെ? ഇതന്നെ നിന്റെ കയ്യില്? അതാ മാമ ഒന്ന് മുട്ടായിയാ. എടാ ഈ മുട്ടായി ഉണ്ടോ? ഇത് ഞാൻ ഓരോ പിള്ളേർക്കും കൊടുക്കും. മാമ എനിക്ക് 200 രൂപ തരും ഓരോ പിള്ളേർക്കും അനുസരിച്ച്. എടാ ഞങ്ങൾക്ക് ആ മുട്ടായി ഇല്ല, എനിക്ക് ബാക്കിയുള്ള പിള്ളേർക്ക് കൊടുക്കാനുള്ളേ. ഇല്ല, ഞാൻ ഈ മുട്ടായി എടുത്തില്ല. വേണേ ഞാൻ മാമയുടെ വീട് കാണിച്ചു തരാം. ആരോട് പറയല്ലോ. ഞാൻ വരുന്നില്ല മാമയുടെ വീട്ടിൽ. നീ വരണ്ട, നീ പോ. അല്ലേ വേണ്ട, ഞാനും പോയിട്ട് ആ മാമയെ കണ്ടിട്ട് പോലീസുകാർക്ക് ആ മാമയെ പിടിച്ചു കൊടുത്താലും. എടാ ഞാനും വരാം മാമയുടെ വീട്ടിൽ. കാട്ടിലൊക്കെ കയറി പോണം. കാട്ടിനകത്ത് മാമ താമസിക്കുന്നേ. എടാ ഇച്ചിക്കൂടി നടക്കണോടാ. ഈ പിള്ളേര് പാറന്ന് വഴി തെറ്റിയല്ലോ, വീണാലോ. അത് എടാ ഈ കാര്യം നിങ്ങളാരും വീട്ടിൽ പറഞ്ഞേക്കല്ലോ. മറ്റേ കൊടുത്താലോ? എത്ര ഇന്ന് കളക്ഷൻ എത്ര ഉണ്ടോ? 2000 5000? കാട്ടിനകത്താണ്ട് ആരും വരും. മേടിക്കാനൊന്നുമില്ല. നമ്മളുണ്ടല്ലോ പിള്ളേരില്ലേ, അവിടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അവന്മാർക്ക് നമ്മൾ മറ്റേ മുട്ടായി ആയിട്ടുണ്ട്. മുട്ടായി കൊടുത്തു. കാലം കിട്ടിയിട്ട് അവന്മാർ കഴിച്ചിട്ട് പിന്നെ ആ ബഹളമൊക്കെയാണ് പറയുന്നത്. ഇതൊരു കാര്യം ചെയ്യണം.
നമ്മുടെ ആ കുറച്ച് പിള്ളേരെയും കൂടെ സെറ്റ് ചെയ്യണം. എന്നാന്നറിയാമോ, നമുക്ക് നല്ലൊരു പിള്ളേരെല്ലാം വിളിച്ചാൽ നമ്മൾ ഐറ്റം പോകുള്ളൂ. ഇതിൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. നമുക്ക് അവിടെ മൊത്തം ആൾക്കാരെ വിളിക്കണം കേട്ടോ. ആ ഒരു ബിസിനസ് നോക്കാം. അതെ, അവിടെ ഞാൻ വന്നോടാ. പൊടി കൊടുത്തോ, പോ മാർത്തിക്കാം, വാ വീക്ഷിക്കാം. അല്ലേടാ നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ മാമാനെ പോയി വിളിച്ചിട്ട് വരാം. മാമാ മാമാ നമ്മളിങ്ങനെ ഒരു മുട്ടായി കൊടുത്തില്ലേ, കുറച്ച് പിള്ളേർക്ക് നമ്മളിങ്ങനെ മുട്ടായി കൊടുത്തില്ലേ, ആ പിള്ളേർക്ക് ഇച്ചിരി കൂടെ മുട്ടായി വേണം. പൈസ ആയിട്ട് വന്നിട്ടുണ്ട്. പൈസ ആയിട്ട് വന്നിട്ടുണ്ടോ? ആ അവര് വീട്ടിൽ എങ്ങനെ പറഞ്ഞിട്ടാണോ വന്നേ? വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാത്ത നൈസ് ആണോ? വിളിച്ചോണ്ടോ, വിളിച്ചോണ്ടോ, മിക്സ് ചെയ്യ്. ഞാൻ പറഞ്ഞ പിള്ളേര് ഇവര് പൈസ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങള് വീട്ടിലെന്തും പറയൂടാ, ഒന്നും കഴിക്കണം കേട്ടോ. വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കല്ലേ. എന്നാ മാർക്ക് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ മിക്സിങ്ങാ കേട്ടോ ഐറ്റം. നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ മറ്റേ ഐറ്റം? എല്ലാരും പിള്ളേർക്കെല്ലാം മുട്ടായിട്ട് കഞ്ചാവ് കലക്കി കൊടുക്കുന്നേ. എനിക്ക് നന്നായിക്കൂടെ? പിള്ളേരെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നേ. ഞങ്ങളുടെ ബിസിനസ് ആണോ? നിങ്ങളുടെ ബിസിനസ്സാ നമ്മളെ ബിസിനസ്. പിള്ളേരുടെ പൈസ നശിപ്പിച്ച് ബുദ്ധി കളഞ്ഞിട്ടാണോ ബിസിനസ് നടത്തുന്നത്? അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇത്ര നാളും അങ്ങനെയാണോ ജീവിച്ചത്? പിള്ളേര് നിങ്ങൾ തന്നെ മണ്ടന്മാരാണ്. തന്നെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും കേട്ടോ. എണ്ണിട്ട് വാ. ഹലോ, പോലീസ് സ്റ്റേഷൻ ആണോ? സാറേ, ഈ പാലച്ചോടിന് താഴെ 2 കഞ്ചാവ് വിൽക്കുന്ന ആൾക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വരാവോ? പിടിച്ചോണ്ട് പോവാ. ഓക്കെ, പെട്ടെന്ന് വാ.